സഞ്ചരിക്കുന്ന കാലം എന്താണോ അത് വക്രഗതി കാലമായിട്ട് പറയുന്നു. അങ്ങനെ കന്നി രാശിക്കാർക്ക് എന്തൊക്കെ ഗുണം ഉണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്ന് ഒന്ന് പരിശോധിക്കാം. ഈ ചാനലിലൂടെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു അവയർനെസ് മാത്രമായിട്ട് കണക്കിലെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഗ്രഹങ്ങളെക്കുറിച്ച്, ഗ്രഹങ്ങളുടേതായ മാറ്റത്തെക്കുറിച്ച് ഉള്ള ഒരു ചിന്തകൾ മാത്രമാണ്. വ്യക്തിപരമായ രീതിയിലുള്ള ഒരു കാര്യമായിട്ട് ഒന്നുമല്ല പറയുന്നത്. ഗ്രഹങ്ങളുടെ ചിന്തകൾ എങ്ങനെയാവും, അത് ഈ ഒരു ഭാവത്തിലേക്ക് മാറിയാൽ അത് എന്ത് രീതിയിലുള്ള പ്രോസസ്സ് ഒരു മനുഷ്യനിലേക്ക് ബാധിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ ചിന്തകളിലേക്ക് എങ്ങനെ കടന്നു കയറുന്നു, പ്രവർത്തനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന ഒരു കാര്യമാണ്. നമ്മളുണ്ടാക്കി വയ്ക്കുന്ന കടബാധ്യതകളൊക്കെ തീർത്തു തരണമെന്ന് പറഞ്ഞാൽ അതൊന്നും തന്നെ തീർത്തു തരണം. നമ്മളായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു നല്ല ഫലം നമുക്ക് ലഭിക്കുക. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോയ ഒരു സാഹചര്യമാണ്. അതായത് നമുക്ക് വളരെയധികം അനുകൂലമായ രീതിയിൽ പല കാര്യങ്ങളും കൈക്ക് എത്തി എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നല്ല നല്ല കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ശരി. പക്ഷേ അത് അവസാന നിമിഷത്തിൽ നമ്മുടെ കൈവിട്ട് പോയ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇതുവരേക്കുമുണ്ട്. ഇപ്പോൾ 7ാം ഭാവമായ കളത്ര സ്ഥാനത്തേക്കാണ് ശനിയുടേതായ ഒരു മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഗണ്ഡക ശനി എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കാം. തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഭാവത്തിൽ നിങ്ങളുടേതായ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വക്രത്തിൽ വരുന്ന ശനിക്ക് വളരെയധികം നല്ല ഫലത്തെ തരാനായിട്ട് കഴിയുന്ന ഒരു കാലമാണ്. കാരണം മീനം രാശിയിലുണ്ടായിരുന്ന ശനി കുംഭത്തിലേക്ക് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഷ്ടമഭാവത്തിലേക്ക് പതിയുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം നല്ലൊരു ഫലമായിട്ട് കണക്കാക്കുന്നത്. ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളെയൊക്കെ, അതായത് മുന്നിൽ ഇറങ്ങുന്ന വഴിക്ക് അതിനും മുന്നിൽ പോയി ഓരോ പ്രശ്നങ്ങളെ തടസ്സമാക്കിക്കൊണ്ടിരുന്ന ശനി മൗനം പാലിക്കുന്നു. 100% നിങ്ങൾക്ക് ഇനി എന്ത് വിധത്തിലുള്ള ഒരു ശുഭകരമായ കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഇറങ്ങാം. നിങ്ങൾക്ക് ഒരു സുഹൃത്ത് മുഖാന്തരം നന്മ വരാനിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. വിവാഹം സംബന്ധിച്ച ഇടങ്ങളിൽ തർക്കങ്ങൾ, വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ 100% അതൊക്കെ നീങ്ങി വരുന്ന ഒരു കാലഘട്ടം ആകുന്നു. അതുകൊണ്ട് തന്നെ എന്ത് രീതിയിലുള്ള ശുഭകരമായ ഒരു കാര്യവും ഈ 26ാം തീയതിക്ക് ശേഷം നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫർട്ട് വളരെയധികം വേഗത്തിലായിരിക്കാം. അതായത് മുന്നിലേക്ക് ഇറങ്ങുന്ന വഴി ഇത്രയും കാലം വേണ്ട എന്ന് ചിന്തിക്കുക, ഇറങ്ങി ഇറങ്ങി മതി ആയി, അല്ലെങ്കിൽ തടസ്സമായതുകൊണ്ട് തന്നെ ഇനി ഒന്നിനും പോകുന്നില്ല എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ 100% ശുഭകരമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാം. ഇറങ്ങുന്ന കാര്യം വേഗത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. സമ്പത്തിൻ്റെതായ കാര്യത്തിലാണെങ്കിലും ശരി, കുടുംബത്തിൻ്റെതായ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളുടേതായ കാര്യങ്ങളെക്കുറിച്ചിട്ടാണെങ്കിലും ശരി, മക്കളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണെങ്കിലും ശരി, എന്ത് വിധത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണെങ്കിലും ശരി, ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇറങ്ങാം. 100% സക്സസ് ആകുന്ന ഒരു കാലമാണ്. നിങ്ങളുടെ ബുദ്ധിക്കും വിവേകത്തിനും അനുസൃതമായ രീതിക്ക് നിങ്ങൾ എന്തൊക്കെ ചിന്തകൾ കൊടുക്കുന്നോ ശുഭകരമായ ചിന്തകളായിരിക്കണമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ശനി ഭഗവാന്റെ സ്വന്തം വീടായ കുംഭം രാശിക്കുള്ളിലാണ് അദ്ദേഹത്തിൻ്റെതായ വക്രഗതി സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മകരം രാശിയിലും മീനം രാശിയിലും ഉണ്ട്. അപ്പോൾ ഇടയിൽ ഇരിക്കുന്ന ആ ഒരു ശനി ഭഗവാന്റേതായ ഒരു താക്കം, അല്ലെങ്കിൽ അവിടെ തന്നെ രാഹുവിൻ്റെതായ സ്ഥിതിയും ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട്. ഇവരുടെ കാഠിന്യം പരമാവധി കുറയുന്ന സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്നു എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പ്രോസസ്സിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ 100% സക്സസിൻ്റെ കാലം തന്നെയാണ്. വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നവർക്കും ഇത് ഒരു നല്ല കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തൊഴിലിലുണ്ടായിരുന്ന തടസ്സങ്ങൾ എന്തായാലും മികച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് നീങ്ങി കിട്ടുന്ന ഒരു കാലം. പാർട്ട്ണർഷിപ്പ് സംബന്ധപ്പെട്ട ഇടത്ത് എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ 100% അതിനായിട്ട് ഒരു സഹായി നിങ്ങളിലേക്ക് വന്നെത്തുകയും അത് വർക്കൗട്ട് ആവുന്ന ഒരു സാഹചര്യങ്ങൾ ഇവിടെ കണക്കാക്കപ്പെടുന്നു. ശുഭകരം എന്ന് പറഞ്ഞാൽ ശുഭം തന്നെയാണ്. പക്ഷേ ഇത് ഗ്രഹങ്ങളുടെ ചിന്തകളെ വെച്ചിട്ട് നമ്മളത് പ്രോസസ്സ് ചെയ്യുമ്പോഴും മറ്റൊരു കാര്യം ചിന്തിക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നടക്കുന്ന കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങളും നമ്മൾക്ക് വന്നെത്തുന്ന സാഹചര്യം, അതായത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും നമ്മളിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യമാണ്. അത് പ്രകൃതിയാൽ വരുന്ന ഒരു സാഹചര്യം. അതായത് ഒരു ഡിസീസൊക്കെ പടർന്ന് പന്തലിച്ച് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഡൽഹി, അതുപോലെ കേരളം, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ അതുപോലെ നല്ല രീതിക്ക് അതൊരു വൈറസായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കൊറോണയ്ക്ക് തുല്യമായ രീതിക്ക് ഒരു ബാധിപ്പൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. സമ്പത്തുപരമായ രീതിയിലൊക്കെ എന്തെങ്കിലും ഇടപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ ജാഗ്രതാപൂർവ്വം വേണം അത് ചെയ്യാനായിട്ട്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തന്നെ നല്ലതുപോലെ അറിയാം. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പെട്ട പാട്, മറ്റൊരാൾക്ക് സഹായം ചെയ്ത് പെട്ടുപോയ പാടുകളൊക്കെയും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഉത്തമ ബോധം ഉണ്ടായിരിക്കും.
ഈ വരുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ വിദേശത്ത് ഉള്ള വ്യക്തികളെക്കുറിച്ചുള്ള ഈ കന്നി രാശിയാണെങ്കിലും ഏത് രാശിയാണെങ്കിലും ശരി 12 രാശിക്കാരുടേതായ കാര്യങ്ങൾ കണക്കിലെടുക്കുന്ന സമയത്ത് സൗദി, ഖത്തർ എന്നീ ഇടങ്ങളിലൊക്കെ ഇരിക്കുന്നവർ ഒരല്പം ജാഗ്രത പുലർത്തി വേണം ഇരിക്കാനാണ്. കാരണം യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ വളരെയധികം അഗ്രസീവ് ആകുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ശനി വക്രത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ. അതായത് മാനുഷികമായ രീതിയിൽ നമുക്ക് ഒരല്പം മുന്നേറ്റത്തിൻ്റെ പാതകൾ തുറക്കുമ്പോഴും പ്രകൃതിയാൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കി നമുക്കവിടെ തടസ്സത്തെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. US-ലിരിക്കുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം, ദുബായിലിരിക്കുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അത് സമ്പത്തുപരമായ രീതിയിൽ നടക്കുന്ന എഫർട്ടുകൾ നിങ്ങളുടേതായ രീതിക്ക്, നിങ്ങളുടെ സ്വന്തം കൈ തന്നെ കടിക്കുന്ന രീതിക്ക് നിങ്ങൾ ഇടപാടുകളൊന്നും നടത്താൻ പാടുള്ളതല്ല എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഈ ഒരു 4.5 മാസക്കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രീതിയിലൊരു പ്രോസസ്സ്, സമ്പത്തുപരമായ രീതിയിൽ ഒരു പ്രോസസ്സൊക്കെ നടത്തുക. വിദേശത്തൊക്കെ ഉള്ളവർ, നാട്ടിലുള്ളവരാണെങ്കിലും ശരി, അധികമായ രീതിയിൽ കടബാധ്യതകളിലേക്ക് ചെന്ന് ചാടാതിരിക്കണം എന്നുകൂടി ഞാനിവിടെ പറയണം. ഉള്ളതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ എല്ലാം സമാധാനപരമായ രീതിയിൽ തീർക്കാനുള്ള വഴികളും മാർഗങ്ങളും ഇപ്പോൾ ലഭിക്കും. വലിയ രീതിയിലുള്ള എടുത്തുചാട്ടങ്ങൾ പാടുള്ളതല്ല. അതായത് കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി, ശരാശരി സാധാരണ ജീവിതം നയിക്കുന്നവരാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് വളരെയധികം ഗൗരവപരമായി തന്നെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് കണക്കാക്കുന്നു. ശുഭകരമാണ് എങ്കിൽ തന്നെയും പ്രകൃതി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ഔട്ടർ റേഞ്ചിലേക്ക് നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. അതാണ് ഞാനിവിടെ പറഞ്ഞ് വന്നതിൻ്റെതായ ഒരു കാര്യം. ശുഭമുണ്ട്. ഇനി ഇതുവരെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് നീങ്ങും. തൊഴിൽ തടസ്സങ്ങൾക്ക് നീങ്ങും. വിദേശത്തുള്ള പോക്കൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. വിദേശത്തു നിന്നും പലരും നാട്ടിലേക്ക് വരാനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അവരിനി വന്നാൽ തിരിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി ചിന്തിച്ചിട്ട് വേണം അതൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. പഴയ കടബാധ്യതകളൊക്കെ 100% നിങ്ങൾക്ക് നീങ്ങിക്കിട്ടും. പുതിയ കടത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അത് സാധകമാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം അതിലേക്ക് ചെന്ന് ഇടപെടുക. എന്തായാലും ശുഭകരമായ ഒരു കാലഘട്ടമായിട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് എനിക്ക് കണക്കാക്കാനായിട്ട് കഴിയുന്നത്. വക്രഗതി കാലം എന്തായാലും മിഥുനം, കന്നി, അതുപോലെ തന്നെ മറ്റുള്ള രാശിക്കാർക്ക് ഒക്കെയും ഗുണകരമായി വരുന്ന ഒരു സമയമാണ്. പ്രാക്ടിക്കലായ രീതിയിലുള്ള ചിന്തകളാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഗ്രഹങ്ങൾ അവരുടേതായ ചിന്താഗതികൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ചിന്തകൾ ശരിയല്ലാത്ത വഴിക്കാണെങ്കിൽ അത് വിപരീതമായിട്ടും ഫലിക്കും.